ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈ ഒരു കഫ്താൻ്റെ കട്ടിങ് എങ്ങനെ വരുന്നതെന്ന് നോക്കിയാലോ. ഇത് നമുക്ക് ഒരു ബട്ടർഫ്ലൈ പാറ്റേണിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു കട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ഫറാഷ ഗൗണു എന്നൊക്കെ പേര് പറയുന്നുണ്ട്. ഇത് നമുക്ക് ലോങ് ആയിട്ട് വരുന്ന ഡ്രസ്സായിട്ടും ഷോർട്ടായിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ലോങ് ആയിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. നമുക്കിത് പർദ്ദയായിട്ടും അതുപോലെ ലോങ് ഗൗണായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ട് വരുന്ന ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് ഫ്രീ സൈസായിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കട്ടിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഫാബ്രിക്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു പാറ്റേൺ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിനെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് ആയിട്ട് 52 ഇഞ്ചസാണ് ഒരു സൈഡിൽ വേണ്ടത്. അങ്ങനെ രണ്ട് സൈഡിലും കൂടെ ആയിട്ട് നമുക്കിവിടെ 105 ഇഞ്ചസാണ് കേട്ടോ ടോട്ടൽ ലെങ്ത് വേണ്ടത്. അതേപോലെ വിടുത്തായിട്ട് നമുക്ക് ഒരു സൈഡിൽ നമുക്ക് 25 ഇഞ്ചസ് വേണം. അപ്പോൾ ടോട്ടൽ ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് 50 ഇഞ്ചസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒറ്റ പീസിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഒറ്റ പീസ് എക്സ്ട്രാ കട്ടിങ്ങോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിന് ലെങ്ത്ത് വൈസിലായിട്ട് ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലെങ്ത്ത് വൈസാണ്. ഇനി നമുക്ക് വിടുത്തിലും ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ 4 ഫോൾഡ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഈ ഒരു പീസിൽ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ടുള്ള പീസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിനെ 4 ആയിട്ടാണല്ലോ ഇപ്പോൾ മടക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പം ഫ്രണ്ടിൽ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 52 ഇഞ്ചസാണ്. അതിലേക്ക് 1 ഇഞ്ചോ 2 ഇഞ്ചോ എക്സ്ട്രാ നമ്മൾ സീം എലമെൻസും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് 54 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും 54 ഇഞ്ചസാണ് കേട്ടോ ടോട്ടൽ ലെങ്ത്ത് ആയിട്ട് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്കും ഷോൾഡറും അതുപോലെ സ്ലീവ്സും ഇത് 3 ആഡ് ചെയ്ത് കൊടുക്കണം. സ്ലീവ്സ് ഫുൾ ലെങ്ത്താണ് എടുക്കേണ്ടത്. അങ്ങനെ എനിക്കിവിടെ 24 ഇഞ്ചസാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ഒരു 3 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കപ്പോൾ ടോട്ടൽ 6 ഇഞ്ചസ് ആയിരിക്കും നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതുപോലെ ഞാനിപ്പം ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 ഇഞ്ചിൽ ബാക്ക് നെക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം മാത്രമേ ഞാൻ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് മാത്രമാണ് ഇപ്പം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കൂലേ, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് നമ്മുടെ 2 സൈഡിലും തൂങ്ങി പോവാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല വൈഡായിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ ഒരു 6 ഇഞ്ച് കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്ലീവ്സിൻ്റെ ഓപ്പൺ വരുന്ന ഒരു ഭാഗം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ നിന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ചെരിഞ്ഞ് വരുന്ന രൂപത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇനി നമ്മൾ സ്ലീവ്സിൻ്റെ ആ ഒരു ഭാഗം മുതൽ താഴെ വരെ ചെറിയൊരു കെർവായിട്ട് നല്ല കെർവിൽ തന്നെ നമുക്കിതുപോലെ ഒന്ന് ഈ ഒരു പാറ്റേണിലൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ താഴെ എത്തുമ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് പറ്റ കർവാക്കാതെ ചെറുതായിട്ട് ഒരു വൈഡായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഈ മാർക്ക് ചെയ്ത ഭാഗം അത്രയും ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളത്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഞാനിവിടെ ബട്ടർഫ്ലൈ കട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗവും അതുപോലെ ഷോൾഡർ സ്ലോപ്പും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന പീസിനൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബാക്ക് നെക്ക് മാത്രമാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് നെക്ക് നമുക്ക് കുറച്ചും കൂടി ഡെപ്ത്ത് ഇറക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു പീസിനെ ഒന്നും കൂടെ 2 ആയിട്ട് മടക്കിയിട്ട് ബാക്ക് നെക്ക് നമുക്ക് എത്രയാണോ വിടുത്ത് വേണ്ടത്, ഞാനൊരു 5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിന് ഡെപ്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്തെടുക്കുമ്പം ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ഫ്രണ്ട് പീസ് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ നമ്മളിതിനെ വേറെ ചെയ്യുമ്പോൾ താഴേക്ക് ഇതുപോലെ തൂങ്ങി നിൽക്കുന്ന ടൈപ്പിലായിരിക്കും കേട്ടോ വരിക. അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വന്നിട്ടുള്ളത്. ബാക്ക് പീസും സെയിം ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്. നെക്കിൻ്റെ വിടുത്ത് മാത്രമേ ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പം ഇത് ഇങ്ങനെ നിൽക്കുമെങ്കിലും നമ്മൾ ഇട്ടിട്ട് വരുമ്പോൾ താഴേക്ക് ഇതുപോലെ തൂങ്ങി നിൽക്കുന്ന രൂപത്തിലായിരിക്കും കേട്ടോ വരിക. കാണാനും നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഈ ഒരു ഫറാഷ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെ വരുന്നതെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഷോൾഡർ ഒന്ന് തയ്ച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നെക്കിൻ്റെ ഒരു ഭാഗം നമുക്ക് തയ്ച്ച് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്ക് സ്ലീവ്സിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ചെയ്തുകൊണ്ട് അത്രയും ഭാഗം നമുക്ക് എക്സ്ട്രാ പീസ് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് അവിടുന്ന് താഴേക്ക് നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അത്രയും ഭാഗം നമ്മൾ ഒന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് താഴെ ഭാഗം നമുക്ക് ഓപ്പൺ ആണല്ലോ വരേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തയ്ച്ചതിന് ശേഷം മടക്കി തയ്ച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഇട്ടിട്ട് കാണുമ്പോൾ ഇതുപോലെ നല്ല ബട്ടർഫ്ലൈ ലുക്കിലായിരിക്കും കേട്ടോ അത് വരിക. കാണാനും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.